യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ 26-ാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും, സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡമനുസരിച്ച് ഒരാള് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ഒരു ശിക്ഷയ്ക്ക്, ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹനാകുന്നു. ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ ഒരു പാപമെങ്കിലും ചെയ്തിട്ടുള്ളവരുമാണ്. ഇക്കാരണത്താല് എല്ലാ മനുഷ്യരും നരകശിക്ഷ അർഹിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. യേശുവിന്റെ കുരിശുമരണം മാത്രമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരകർമ്മം. അതിനാല് യേശുവിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കി മാത്രമേ ഒരു മനുഷ്യന് നരകശിക്ഷയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നേടി രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് ഒരു മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കണം എന്ന് ബൈബിൾ പറയുന്നു. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുന്നതും ഒരു കാര്യം തന്നെയാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് 25-ാമത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി പ്രതിപാദിച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണുക. എങ്ങനെയാണ് യേശുവിന്റെ കുരിശുമരണം നമ്മുടെ പേരിലുള്ള അനന്തമായ കടത്തിന് പരിഹാരമാകുന്നത്? ഇതേക്കുറിച്ച് ഞാൻ കുറെ വീഡിയോകൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം കുറെ കൂടി വ്യക്തമായി വിശദീകരിക്കുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്യമിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. റോമ 1:1 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനുമായ പൗലോസ്. ഇംഗ്ലീഷില് പോൾ എ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ് എന്ന് തന്നിരിക്കുന്നു. അതായത് റോമ 1:1 പറയുന്നത് പൗലോസ് യേശുക്രിസ്തുവിന്റെ ദാസൻ, സെർവന്റ് ആണ് എന്നാണ്. നമുക്കറിയാം, ഈ റോമാലേഖനം ആദ്യമായി എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. ഈ ഗ്രീക്കില് ഡ്യൂലോസ് എന്ന ഒരു വാക്കുണ്ട്. ആ വാക്കാണ് മലയാളത്തിൽ ദാസൻ എന്നും ഇംഗ്ലീഷിൽ സെർവന്റ് എന്നും ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്യൂലോസ് എന്ന വാക്കിന്റെ വ്യക്തമായ അർത്ഥം അടിമ, സ്ലേവ് എന്നാണ്. അതായത് ബോൺ സെർവന്റ്. യജമാനൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിക്കുവാൻ ബാധ്യസ്ഥനായ അടിമ. അതായത് റോമ 1:1 പൗലോസ് യഥാർത്ഥത്തിൽ പറയുന്നത് താൻ യേശുക്രിസ്തുവിന്റെ അടിമ, സ്ലേവ് ആണ് എന്നാണ്. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇനി നമുക്ക് റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരാം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമ 10:9 വരുമ്പോൾ മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്: യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. രണ്ടാമത്തെ കാര്യം ഇതാണ്: ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. നമുക്ക് ആദ്യം ഈ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. അതായത് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ഒരാൾ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, ഈ റോമാലേഖനം അതാദ്യമായി എഴുതപ്പെട്ടത്
ഗ്രീക്ക് ഭാഷയിലാണ് എന്ന്. ഗ്രീക്കില് ക്യൂരിയോസ് എന്നൊരു വാക്കുണ്ട്. ഈ ക്യൂരിയോസ് എന്ന വാക്കാണ് മലയാളത്തിൽ കർത്താവ് എന്നും ഇംഗ്ലീഷിൽ ലോർഡ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ക്യൂരിയോസ് എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം ഉടമസ്ഥൻ, ഓണർ എന്നാണ്. അടിമ ഉടമ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എന്ന കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് റോമ 10:9 രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ഒരാൾ യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയണം എന്ന് പറഞ്ഞിരിക്കുന്നു. യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയുമ്പോൾ യേശുവിനെ തന്റെ ജീവിതത്തിന്റെ കർത്താവ്, അതായത് ഉടമസ്ഥൻ, ഓണർ ആയി ഒരാൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ കർത്താവായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുവാണ് ആ ജീവിതത്തിന്റെ ഉടമസ്ഥൻ. പിന്നെ അയാൾ യേശുവിന്റെ സ്വന്തമാണ്. യേശു പറയുന്നതെല്ലാം അതുപോലെ ചെയ്യുവാൻ ബാധ്യസ്ഥനുമാണ്. ഇനി റോമ 10:9 രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ഒരാൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്: ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതായത് യേശു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ച് കാൽവരിയില് അവയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്തു. യേശുവിന്റെ ഈ യാഗത്തെ ദൈവം അംഗീകരിച്ചു. അതിനുള്ള തെളിവാണ് ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന പ്രവൃത്തി. അതായത് റോമ 10:9 രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഒരാൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്: യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും ആ യാഗത്തെ ദൈവം അംഗീകരിച്ചുവെന്നും അതിനാൽ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും ഹൃദയത്തിൽ വിശ്വസിക്കണം. അതായത് റോമ 10:9 രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഒരാൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഇവയാണ്: യേശുവിനെ ജീവിതത്തിന്റെ കർത്താവ്, അതായത് ഉടമസ്ഥൻ, ഓണർ ആയി അംഗീകരിക്കണം. യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. യേശുവിനെ കർത്താവായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുവാണ് ജീവിതത്തിന്റെ ഉടമസ്ഥൻ. നമ്മൾ യേശുവിന്റെ സ്വന്തമാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം, ഈ കൊച്ചുകുട്ടികളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും അവരുടെ മാതാപിതാക്കളാണ്. ഒരു കൊച്ചുകുട്ടി മാതാപിതാക്കളോടൊപ്പം ഒരു വീട്ടില് ഇങ്ങനെ താമസിക്കുകയാണ്. ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അയൽക്കാരനും താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടു കൂട്ടരുടെ വീടുകൾക്കിടയിൽ വേലിയോ മതിലോ ഒന്നുമില്ല. അപ്പോൾ ഒരിക്കല് ഒരു മഴക്കാലം വന്നപ്പോൾ ഈ അയൽക്കാരൻ ഒരു നഴ്സറിയിൽ നിന്ന് നല്ല കൂടിയ ഇനത്തിൽപ്പെട്ട വില കൂടിയ ഒരു മാവിൻ തൈ മേടിച്ചുകൊണ്ട് വന്നു. അത് അയാളുടെ വീട്ടുമുറ്റത്തിന് സമീപം നട്ടുവയ്ക്കുകയും ചെയ്തു. ഒരു ദിവസം ഈ അയൽപ്പക്കത്തെ കൊച്ചുകുട്ടി ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഈ അയൽക്കാരന്റെ വീട്ടുമുറ്റത്തെത്തി. എന്തോ തമാശ തോന്നി അവൻ ആ മാവിൻ തൈ ഒടിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ ഈ കുട്ടി ചെയ്ത ഈ തെറ്റിന്റെ പേരിൽ നഷ്ടപരിഹാരം ചെയ്യാനുള്ള കഴിവ് കുട്ടിക്കില്ല. നമുക്കറിയാം, മാതാപിതാക്കളായിരിക്കും കുട്ടിക്ക് വേണ്ടി അയൽക്കാരന് നഷ്ടപരിഹാരം നൽകുന്നത്. കാരണം കുട്ടി മാതാപിതാക്കളുടെ സ്വന്തമാണ്. അപ്പോൾ ഈ കുട്ടി ചെയ്ത തെറ്റിന്റെ ഉത്തരവാദിത്വം അത് മാതാപിതാക്കളുടെ തലയിൽ വരികയും ചെയ്തു. മാതാപിതാക്കൾ അതിനുവേണ്ടി നഷ്ടപരിഹാരം ചെയ്യാനും തയ്യാറായി. അപ്പോൾ ഈ ഉദാഹരണം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് റോമ 10:9 വീണ്ടും മടങ്ങിപ്പോകാം. അവിടെ പറഞ്ഞിരിക്കുന്നു, രക്ഷ പ്രാപിക്കുവാനായി ഒരാൾ യേശുവിനെ തന്റെ ജീവിതത്തിന്റെ കർത്താവായി, ഉടമസ്ഥൻ ആയി അംഗീകരിക്കണം എന്ന്. ഇങ്ങനെ ഒരാൾ യേശുവിനെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ യേശുവിന്റെ സ്വന്തമാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അയാളുടെ പേരിൽ അനന്തമായ ഒരു കടം കടന്നു വരുന്നു എന്ന്. ഇതിന് പരിഹാരം ചെയ്യുവാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. ഒരാള്
യേശുവിനെ കർത്താവായി അംഗീകരിച്ച് യേശുവിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഈ അനന്തമായ കടത്തിനു വേണ്ടി പരിഹാരം ചെയ്യുന്നതിനുള്ള ബാധ്യത യേശു ഏറ്റെടുക്കുന്നു. കൊച്ചു കുട്ടികൾ വരുത്തുന്ന തെറ്റിന്റെ പേരിൽ നഷ്ടപരിഹാരം ചെയ്യുവാനുള്ള ബാധ്യത മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നത് പോലെ. അപ്പോൾ യേശുവിനെ കർത്താവായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ പേരിലുള്ള അനന്തമായ കടത്തിന് നഷ്ടപരിഹാരം ചെയ്യാനുള്ള ബാധ്യത യേശു ഏറ്റെടുക്കുന്നു. യേശുവിന്റെ കുരിശുമരണം അയാളുടെ പേരിലുള്ള അനന്തമായ കടത്തിന് പരിഹാരമായി ദൈവം കണക്കാക്കുകയും ചെയ്യും. ഇങ്ങനെ മാത്രമേ നമ്മുടെ തെറ്റിന്റെ പേരിലുള്ള അനന്തമായ കടം മാറിപ്പോവുകയുള്ളൂ. ഇങ്ങനെ മാത്രമേ നരകശിക്ഷയിൽ നിന്ന് മോചനം നേടി രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.